ഹലോ ഗേസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ്, മദ്രസ് കുറച്ച് ദിവസം അവധി ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയതാ. എല്ലാവരും ചക്ക മുറിക്കുന്ന പണിയിലാട്ടോ. അപ്പോൾ ഇതാ പാച്ചൊക്കെ ഭയങ്കര ചക്ക മുറിക്കലാണ്. അങ്ങനെ കുറച്ച് നമുക്ക് പുഴുക്കാക്കാം. പിന്നെ കുറച്ച് പഴുത്ത ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉമ്മ നിൽക്കുന്ന ഇവിടെ ഇഷ്ടംപോലെ ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് പഴുത്ത ചക്കയും കഴിച്ചു കേട്ടോ. പിന്നെ പുറത്ത് ഉമ്മ പുഴുക്കിനുള്ള ചക്കയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ കറി ആക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതാ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവർ ചക്ക മുറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അകത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് ചക്ക തീറ്റയാട്ടോ. പിന്നെ അതാ നമ്മുടെ കത്തിയിലായത് ഇങ്ങനെ നമ്മൾ ഗ്യാസിൽ തീൻ്റെ അടുത്ത് ആക്കിയിട്ട് ഒരു പേപ്പറോ തുണിയോ ഇട്ടിട്ട് ഇങ്ങനെ തുടച്ചാൽ മതി കേട്ടോ. അപ്പോൾ പോകും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിക്കോ. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ ഇങ്ങനെ വൃത്തിയായി കിട്ടും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ വൃത്തിയായി കിട്ടും. അങ്ങനെ പിന്നെ ഇത് മധുരം വന്ന ചക്കയാട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അടുപ്പത്ത് ചക്കയൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങി. അപ്പം ഇതാ മാങ്ങയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആദ്യം നിന്നോടത്ത് മാങ്ങയൊക്കെ ഉണ്ട്, ചക്ക കുറവായിരുന്നു കേട്ടോ. നമുക്കുള്ള വീട്ടിലില്ലായിരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ തോൽപ്പെട്ടിയിലും അങ്ങനെ ചക്ക നമ്മുടെ വീട്ടിലില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ വേണ്ടേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ചക്കപ്പുഴുക്കും ചിക്കൻ കറി ആയിട്ടോ. അങ്ങനെ നമ്മൾ ചായയും ചക്കപ്പുഴുക്കും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ രാത്രിത്തെ ഫുഡ് അതാട്ടോ. പിന്നെ അത് കഴിഞ്ഞു ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം. അങ്ങനെ പിറ്റേന്ന് എണീറ്റു. ഇതാ ചായ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചു. അപ്പോൾ നൗഷുക്ക ടൗണിൽ പോവാണ്. അപ്പോൾ നൗഷുക്കാൻ്റെ കൂടെ ഇതാ 2 കുട്ടിപ്പട്ടാളങ്ങളും പോകുന്നുണ്ട് കേട്ടോ. നൗഷുക്ക എവിടെ പോകണമെങ്കിലും അപ്പം പിറകെ കൂടും കേട്ടോ. ഇതിപ്പോൾ ടൗൺ ആയതുകൊണ്ടാണ് കേട്ടോ അവർ പോകുന്നത്, മിഠായി ഇട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പോയി ഗൈസ്. എൻ്റെ രാവിലത്തെ കൊലം വളരെ മോശമാണ്. പിന്നെ ഞാനിതാ രാവിലെ നൗഷുക്ക കടയിൽ പോയി വന്നപ്പോൾ ഇതാ കർമൂസ ഉണർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കർമൂസ തീറ്റിയാണ്. പിന്നെ നമുക്ക് ഉപ്പേരിക്കുള്ള പയറും ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ പുറത്തിരുന്നു. പിന്നെ വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. നമുക്കൊന്ന് മാനന്തവാടി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ആവശ്യമൊക്കെ നമ്മൾ പണ്ട് ഇതിൽ കഞ്ഞി കുടിക്കുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാവിൻ്റെ ഇലയും കൊണ്ട് ആക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ലച്ചു കാക്കി കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതാ നമ്മുടെ മുറ്റത്ത് ഒരു പൂവൊക്കെ ഉണ്ട്. പിന്നെ അതാ തോട്ടത്തിലോട്ട് ഇറങ്ങുക കേട്ടോ. അവിടെ ഒന്ന് എല്ലാം ചുറ്റി കാണുക കേട്ടോ. ഉപ്പയും മക്കളും പിന്നെ അത് പാച്ചോൻ്റെ നിർബന്ധത്തിനാട്ടോ അങ്ങോട്ട് പോയത്. എന്നെ വിളിച്ചു. ഞാൻ കുറച്ച് വരെ ഒന്ന് പോയി കേട്ടോ. പിന്നെ ഞാൻ പോയില്ല, ഞാൻ പകുതി വരെ നിന്നുള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവർ തിരിച്ച് കയറി കേട്ടോ. അപ്പം ലച്ചു ഇതാ മാങ്ങ പറിക്കുകയാണ് കേട്ടോ. ആ മാങ്ങ പറിക്കാൻ നോക്കുകയാണ് വടിയും കൊണ്ട് എറിഞ്ഞിട്ട്. അവൾ ഭയങ്കര ഉന്നൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ എറിയുന്നത്. എത്ര ശ്രമിച്ചിട്ടും കിട്ടിയില്ല. ഒരുപാട് കണ്ടില്ല കൈയൊക്കെ വെച്ചിട്ട്, പക്ഷേ കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് പാച്ചു എറിയുമ്പോൾ ഞങ്ങൾ കുറേ നേരം എറിയണ്ട പറഞ്ഞു. അവൾ എറിഞ്ഞിട്ട് വീഴുമോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എറിഞ്ഞു. ഓനൊരു 2 വട്ടം എറിഞ്ഞപ്പോഴത്തേക്കും മാങ്ങ വീണു കേട്ടോ. മാങ്ങ വീണു കേട്ടോ. ആ 2 മാങ്ങയും വീണു. അങ്ങനെ അത് നമുക്ക് ചമ്മന്തി അരക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തോട്ടത്തുനിന്ന് മേലോട്ട് കയറി കേട്ടോ. അപ്പം നമ്മൾ ഇതാ ചക്ക ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കയറിയപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലത്തെ ഒരു ചേട്ടൻ ഇതാ നമുക്ക് പേരക്ക കൊണ്ടു തന്നു കേട്ടോ. കുറച്ചധികം പേരക്ക കൊണ്ടു തന്നു. ഇതാ ഈ ചേട്ടനാട്ടോ. അങ്ങനെ ഇതാ റെഡ് കളറാട്ടോ പേരക്ക അകം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് ഇതാണ് കേട്ടോ. ഇന്നത്തെ ചോറും മുരിങ്ങേൻ്റെ ഇല താളിച്ചതും പിന്നെ നമ്മുടെ ചക്കയും ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറിയും ഉണ്ട്. പിന്നെ നമ്മുടെ പപ്പായ ഉപ്പേരിയും ഉണ്ട് കേട്ടോ. നിങ്ങളവിടെ എന്താ പപ്പായക്ക് പറയാമെന്നറിയില്ല. കുറേ സ്ഥലത്ത് കർമൂസ എന്ന് പറയും കേട്ടോ. അങ്ങനെ പപ്പായ ഉപ്പേരിയും ഉണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ ഗൈസ്.
അങ്ങനെ നമ്മൾ ചോറ് കഴിച്ചു. പിന്നെ കുളി കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാനന്തവാടി പോകണം. മാനന്തവാടി പോയിട്ട് ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നൗഷിക്കയും കുട്ടികളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉമ്മയും മാറ്റി വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാനന്തവാടിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇന്ന് എന്താ പറയുക, ഞങ്ങൾ വിചാരിക്കാണ്ട് തന്നെ ഞാനും നൗഷിക്കയും പാച്ചും ബ്ലാക്കായി പോയിട്ടോ. ലച്ചുവിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ, അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ അത് കുറച്ച് പഴയ മോഡൽ ഡ്രസ്സാട്ടോ, പക്ഷെ നല്ല ഡ്രസ്സുണ്ട് എന്താട്ടോ ഡ്രസ്സ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞു, നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തെ നമ്മുടെ ചായയും കടയാണ്. പക്ഷെ എൻ്റെ കൈ ക്യാമറ തിരിഞ്ഞു പോയി ഗൈസ്, അതാണ് അങ്ങനെ. പിന്നെ നമ്മൾ ചായയും കടിയൊക്കെ കഴിച്ചു, കുറച്ച് നേരം വീട്ടിലിരുന്നു. ഒരു ചക്കയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് തോൽപ്പെട്ടിയിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഈ വിഷു ആകുമ്പം ഈ വിഷുക്കളി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ടൗണിൽ വെച്ചിട്ട് കണ്ടു കേട്ടോ. അത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്, പക്ഷേ കറക്റ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പം അതാട്ടോ, അവിടെ നിന്ന് ഭയങ്കര കളിയാണ്. എന്നാലും പറ്റുന്നത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞു നൗഷൂക്ക സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പീടികയിൽ കയറി കേട്ടോ. അങ്ങനെ കടയിൽ കയറി സാധനമൊക്കെ മേടിച്ചു തിരിച്ച് നമ്മുടെ സ്വന്തം തോൽപ്പെട്ടിയിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തോൽപ്പെട്ടിയിലെത്തി. നമ്മളങ്ങനെ തോൽപ്പെട്ടിയിൽ സാധനമൊക്കെ മേടിച്ചു തോൽപ്പെട്ടിയിലെത്തി കേട്ടോ. അങ്ങനെ എത്തിയപ്പം ഇന്ന് ലച്ചുക്ക് ഇന്ന് തറവാട്ടിൽ കൂടാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഡയറി ചെയ്ത കേട്ടോ. ഇപ്പോൾ സ്കൂൾ കൂട്ടിയിട്ടുണ്ടെങ്കിലും ഡയറി മുടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്കൂളിലോട്ടുള്ള വർക്കുകളൊക്കെ ടീച്ചർ ഗ്രൂപ്പിലിട്ടിരുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ പൂച്ചക്കുട്ടികളെ വേറെ കുറച്ച് വീഡിയോസ് ഞാൻ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ പാച്ചുക്ക് നല്ല പനിയാണ് കേട്ടോ. നല്ല പനിയെന്ന് പറഞ്ഞാൽ നല്ല പനി. പിന്നെ മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ അവൻ ഉറങ്ങിയതാട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും അവൻ്റെ പനിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടികൾ. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഒരു പൂച്ചയും കുട്ടികളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ തന്നെയാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഒരു ഷോട്ടും എടുത്തു ഇവരെ വെച്ചിട്ട്, പിന്നെ കുറച്ച് ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു പപ്പായയും കൂടി കഴിച്ചു. പിന്നെ നമ്മൾ കിടന്നു ഉറങ്ങി. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ